ദീൻ വിളി കേട്ട് ജ്വാലയായി ഫാത്തിമ, ധീരതയാലെ ശോഭിതം ഫാത്തിമ. ദൂതരെ തൂമൊഴിക്കുത്തരം ഫാത്തിമ, ദാനമായി ജീവിതം നൽകിയ ഫാത്തിമ, ആകെയും ലോകം വാഴ്ത്തിടും ഫാത്തിമ. ഹലോ കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഞാൻ ഇന്ന് റമദാൻ 3-ൻ്റെ വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇന്നൊരു ഹോസ്പിറ്റലിൽ പോകേണ്ട ഒരു വിഷയം ഉണ്ടായിരുന്നു. അതുകൊണ്ട് മൊത്തം കാട്ടിക്കൂട്ട് പരിപാടികളാണ് എടുത്തത് കേട്ടോ. അപ്പം ഒരു കായ് പഴം ഉണ്ടായിരുന്നു, അതുകൊണ്ട് പഴംപൊരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അച്ഛൻ എനിക്ക് മാവൊക്കെ കലക്കി തന്ന കേട്ടോ, ചെയ്ത മൈദൊക്കെ കലക്കി പഴമൊക്കെ മുറിച്ച് സെറ്റാക്കി ആൾ തന്നിട്ടോ. അപ്പം ചൂടാൻ ഞാൻ അവളെ ഏൽപ്പിച്ചില്ല കേട്ടോ. ചൂടുള്ള ഓയിലൊക്കെ അല്ലേ, കുട്ടികളെല്ലാം മേലൊക്കെ ചിന്തിയ പിന്നെ അതൊരു പണിയാവും. അപ്പോൾ പിന്നെ ചുടാൻ ഞാൻ ആക്കി സെറ്റാക്കി തരാമെന്നൊക്കെ പറഞ്ഞപ്പോൾ പഴമൊക്കെ മുറിച്ച് മാവൊക്കെ കൂട്ടി തന്നിട്ടോ. അങ്ങനെ ഞാനത് വെല്ലം ചുട്ടെടുത്ത് ഓയിലിലാണ് ചുട്ടെടുക്കുക. അങ്ങനെ ചുട്ടെടുത്തിട്ട് അപ്പോൾ കുറച്ച് കൊക്കുവാടിയും കൂടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആ ഓയിലിൽ തന്നെ അതിൻ്റെ ബാക്കിൽ തന്നെ കുറച്ച് കൊക്കുവാടിയും കൂടി ഉണ്ടാക്കിയിട്ടോ. അത് ലേസ് ഉണ്ടാക്കിയിട്ടുള്ളൂ കേട്ടോ. പിന്നെ അതതിൻ്റെ ബാക്കിൽ തന്നെ ഞാൻ കുറച്ച് ചായക്ക് വെള്ളം വെച്ചിരുന്നു. അപ്പോൾ മൊത്തം നേരം വയ്ക്കുന്നു കേട്ടോ. അന്ന് ഹോസ്പിറ്റലിൽ പോയതുകൊണ്ട് തന്നെ ഫുള്ള് നേരം വയ്ക്കി പരിപാടിയാണ്. അപ്പോൾ അത് തവച്ച് അങ്ങനെ ഞാൻ അപ്പം തന്നെ തെരപ്പയിലേക്ക് തരച്ച് വെച്ചിട്ട് പിന്നെ ഒരു കഷ്ണം വത്തക്ക ഉണ്ടായിരുന്നതുകൊണ്ട് 2 ഗ്ലാസ് ജ്യൂസും അടിച്ചിട്ട് വത്തക്കൻ്റെ ജ്യൂസ്. അപ്പോൾ ഇന്ന് പത്തിരിയും നൂൽപുട്ടൊന്നും ഉണ്ടാക്കാൻ നിന്നില്ല. ഇങ്ങനെ പൊറോട്ട പിന്നെ പുറത്തുനിന്ന് വാങ്ങാണ് ചെയ്തത്. അങ്ങനെ ആർക്കും വലിയ ഇഷ്ടമല്ല, എന്നാലും ഒപ്പിച്ചത് മാത്രമേ ഉള്ളൂ. പിന്നെ അതായത് ഇന്നലത്തെ ബീഫിൻ്റെ കറിയാണ്, ഇത് മിനിഞ്ഞാന്നത്തെ ചിക്കൻ്റെ കറിയാണ്. അപ്പോൾ ഇന്ന് ഫുള്ളും കാട്ടിക്കൂട്ട് പരിപാടിയാണ്. എന്തായാലും എന്താ, നമുക്ക് നോമ്പ് പറഞ്ഞാൽ പോരെ, അൽഹംദുലില്ലാ പറയണം. പിന്നെ അത് കുറച്ച് ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നു, അതും വിട്ടിച്ച്. അപ്പോൾ ഇന്നത്തെ നോമ്പിൻ്റെ വിശേഷം ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പ്ലീസ്.